പശ്ചിമേഷ്യൻ സംഘർഷം കടുത്തതോടുകൂടി തന്നെ ഇന്ധന പ്രതിസന്ധിയും രൂക്ഷമാവുകയാണ്. ഇന്ത്യയിലടക്കം വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്രം നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് 2 മാസത്തേക്ക്, അതായത് 60 ദിവസം കൂടി ഉപയോഗിക്കാനുള്ള ഇന്ധന ശേഖരം തങ്ങളുടെ പക്കലുണ്ട് എന്ന സൂചനയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ത്യയിലേക്ക്, അതായത് ഭാരതീയർ ആരും തന്നെ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത്. രാജ്യത്ത് ഇന്ധനക്ഷാമം ഒരിക്കലും ഉണ്ടാകില്ല. 60 ദിവസത്തേക്കുള്ള സ്റ്റോക്കുകൾ തങ്ങളുടെ പക്കലുണ്ട്. ഇന്ത്യയുടെ ഇന്ധന ശേഖരം സുരക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ഒരു പ്രഖ്യാപനം നടത്താനുണ്ടായ കാരണം അനാവശ്യമായ വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതിനെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തേണ്ടിയിരിക്കുന്നത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും രാജ്യത്തെ ഇന്ധന വിതരണം സുരക്ഷിതമാണ് എന്നതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ക്ഷാമമില്ല എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ മുൻകൂർ കരാർ വഴി അടുത്ത 60 ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഇതിനോടകം തന്നെ അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും ഇതിനർത്ഥം ആഗോള സാഹചര്യങ്ങൾ അനിശ്ചിതത്വത്തിൽ തുടർന്നാൽ പോലും ഇന്ത്യയുടെ ഇന്ധന വിതരണത്തെ ഇത് ഹ്രസ്വകാലത്തേക്ക് ബാധിക്കില്ല എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിതരണത്തിൽ രാജ്യത്ത് ഒരിടത്തു പോലും കുറവുണ്ടാകില്ല. ഇന്ധന സ്റ്റേഷനുകൾ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നതായും ആഭ്യന്തര പാചകവാതക ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും കൂടാതെ തന്നെ അമേരിക്ക, റഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള LPG കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഇവിടെ കേന്ദ്രം എടുത്തു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ ഇന്ധനക്ഷാമമുണ്ട് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ ജനങ്ങൾ ഒരിക്കൽ പോലും പരിഭ്രാന്തരാകേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 60-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഇന്ധന ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് എന്നും രാജ്യത്തെ റിഫൈനറികൾ 100%-ലധികം ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ PNG പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ് എന്നും അല്ലാതെ ഇന്ധനക്ഷാമം കൊണ്ടുവരില്ല എന്ന് അധികൃതർ എടുത്തു പറയുകയും ചെയ്തു. ഇന്ത്യയുടെ ആകെ കരുതൽ ശേഖരം 74 ദിവസമാണ്. അതേസമയം നിലവിൽ ലഭ്യമായ യഥാർത്ഥ സ്റ്റോക്ക് ഏകദേശം 60 ദിവസമാണ്. ഇതിൽ അസംസ്കൃത എണ്ണ, ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ, ഭൂഗർഭ ഗുഹകളിൽ സൂക്ഷിച്ചിരിക്കുന്ന തന്ത്രപരമായ കരുതൽ ശേഖരം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ 27ാം ദിവസത്തിലും എല്ലാ പൗരന്മാർക്കും ഏകദേശം 2 മാസത്തേക്ക് സ്ഥിരമായ വിതരണം രാജ്യത്തുണ്ട് എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കൂടുതൽ സംഭരണം ഇതിനോടകം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നതിനാൽ തന്നെ വരും മാസങ്ങളിൽ ഇന്ത്യ സുരക്ഷിതമായി തന്നെ തുടരും. രാജ്യത്ത് എവിടെയും പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ക്ഷാമമില്ല എന്നതാണ് ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. എല്ലാ ഇന്ധന പമ്പുകളും സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. റേഷനിങ് നിലവിലില്ല എന്നും അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയിൽ ഒന്നായ ഇന്ത്യക്ക് ശക്തമായ ആഭ്യന്തര വിതരണ സംവിധാനമുണ്ട്. ഇന്ധന പമ്പുകളിൽ ഉണ്ടാകുന്ന ഈ ഒറ്റപ്പെട്ട നിരക്ക് സോഷ്യൽ മീഡിയയിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കമാണ് ഇതിന് കാരണമെന്നതാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ക്ഷാമം ഇല്ല എന്നത് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.